കോട്ടയം അയർക്കുന്നത്ത് ജിസ്മോൾ 2 കുട്ടികളെയും ചേർന്ന് മരിക്കാനിടയായ സംഭവത്തിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും എല്ലാം ഉയർന്ന ചുറ്റുപാടിൽ ജീവിച്ചിരുന്നവർ, സാമ്പത്തികമായി പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്തവർ. എന്നിട്ടും എന്തിനാണ് കോട്ടയം അയർക്കുന്നത്തെ ജിസ്മോൾ എന്ന 34കാരി 2 കുഞ്ഞുങ്ങളെയും ചേർത്തുപിടിച്ച് മരണത്തിലേക്ക് പോയത് എന്ന ചോദ്യത്തിനു മുമ്പിൽ നടുങ്ങി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരും എല്ലാം. ഇപ്പോഴിതാ ജിസ്മോളുടെ കൂട്ടുകാരിൽ നിന്നും ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നു. ഇളയ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കടുത്ത പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുകയായിരുന്നു ജിസ്മോൾ എന്ന് പറയപ്പെടുന്നു. ദാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നേരിട്ടിരുന്നില്ലെങ്കിലും ചില കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അമ്മായിയമ്മയിൽ നിന്നും നേരിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള അവസ്ഥയുള്ളവരിൽ മാനസികമായി കുടുംബത്തിൽ നിന്നും നല്ല സപ്പോർട്ട് ആവശ്യമാണ്. ഇത്തരം സപ്പോർട്ടുകൾ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ സമയങ്ങളിൽ മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. മിടുക്കിയായിരുന്നു ജിസ്മോൾ. ബിരുദവും നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയ ജിസ്മോൾ കുടുംബസമേതം അയർക്കുന്നത്തെ വലിയ ഇരുനില വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 8 വർഷം മുൻപായിരുന്നു ജിസ്മോളുടെ അമ്മയുടെ മരണം. 2 സഹോദരങ്ങൾ വിദേശത്തായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 29-ന് അച്ഛനും വിദേശത്തേക്ക് പോയതിന് പിന്നാലെയാണ് കൃത്യം 17-ാം നാൾ ജിസ്മോളും മരണത്തിലേക്ക് പോയത്. ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയായിരുന്നു ജിസ്മോൾ. അമ്മയുടെ അപ്രതീക്ഷിത വിയോഗമാണ് ജിസ്മോളെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. അന്ന് വെറും 26 വയസ്സായിരുന്നു ജിസ്മോളുടെ പ്രായം. പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി 2017-ലാണ് അണ്ടൂർ കവലയിൽ ഉണ്ടായ സ്കൂട്ടർ അപകടത്തിൽ അമ്മ ലിസി തോമസ് മരിച്ചത്. പിന്നാലെയാണ് ജിസ്മോൾ രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്തിയത്. അമ്മയായിരുന്നു മൂത്തോലി തെക്കുമുറി വാർഡിലെ പ്രിയപ്പെട്ട അംഗം. അമ്മയുടെ സ്മരണയിലൂടെ കടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജിസ്മോൾ വിജയിച്ചു. അങ്ങനെ 27-ാം വയസ്സിൽ പഞ്ചായത്ത് അംഗവും തുടർന്ന് പ്രസിഡന്റുമായി. ഈ കാലത്താണ് വിവാഹം നടന്നത്. തുടർന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ജിസ്മോൾ പാലായിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. പിതാവ് തോമസ് മാർച്ച് 29-നാണ് UK-യിലേക്ക് പോയത്. ജിസ്മോളുടെ 2 സഹോദരങ്ങൾ UK-യിലാണ് ജോലി ചെയ്യുന്നത്. അവർക്കൊപ്പം കുറച്ചുകാലം നിൽക്കാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ തോമസിന്റെ വിദേശയാത്രയ്ക്കു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറുമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടിയത്. അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയായിരുന്നു ഇവിടെ. 50 മീറ്ററോളം അകലെ കുട്ടികൾ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം മൂത്ത കുട്ടിയെ കരയിലേക്ക് എത്തിച്ചത്. 10 മിനിറ്റോളം കഴിഞ്ഞാണ് ഇളയ കുഞ്ഞിനെ കണ്ടെത്തിയത്. ആറിന്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ജീവനൊടുക്കാൻ ജിസ്മോൾ പലവിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഞരമ്പ് മുറിച്ചതുപോലെ കയ്യിൽ മുറിപ്പാടുണ്ട്. നടുവിന് മുകളിൽ പൊള്ളലേറ്റതിന് സമാനമായ പാടുകളും ഉണ്ട്. ജിസ്മോൾ വിഷം കഴിച്ചിരുന്നതായും സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നു. വീട്ടിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞാണ് ഇരിക്കുന്നത്. തൂങ്ങി മരിക്കാനും ശ്രമം നടത്തിയിരുന്നതായി സംശയമുണ്ട്. പിന്നാലെയാണ് ജിസ്മോൾ 5ഉം 2ഉം വയസ്സുള്ള മക്കൾ നേഹിയെയും നോറയെയും കൂട്ടി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കടുത്ത ഡിപ്രഷൻ മൂലമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സംശയമുണ്ട്.